പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 കരാർ ജീവനക്കാരുടെ സേവന കാലാവധി 2026 സെപ്റ്റംബർ 30 വരെ നീട്ടി സർക്കാർ ഉത്തരവിറക്കി. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് കരാർ ദീർഘിപ്പിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോൾ PSC റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. റാങ്ക് പട്ടിക നിലവിലുള്ളപ്പോൾ കരാർ നിയമനം നീട്ടിയത് നിയമവിരുദ്ധമാണെന്നും സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. ഇത്രയും നമ്മൾ ഉന്നയിച്ചിട്ടും നിവേദനങ്ങൾ കൊടുത്തിട്ടും മന്ത്രിമാരെ കണ്ടിട്ടും പറയേണ്ടവരുടെ അടുത്ത് എല്ലാം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും വീണ്ടും ഇവർക്ക് എന്തിനു വേണ്ടിയിട്ട് നീട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ഈ സർക്കാരും അവരെ അനുകൂലിക്കുന്നു, അല്ലെ പിൻവാതിൽ നിയമനങ്ങളെ വീണ്ടും തുടർന്നു പോകാൻ അനുമതി കൊടുക്കുന്നോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത്. ഇവരെ 30-ാം തീയതി വരെ, അതായത് സെപ്റ്റംബർ 30 വരെ നീട്ടാനാണ് ഇപ്പോൾ കറൻ്റ്ലി 3 മാസത്തെ എക്സ്റ്റൻഷനാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ എന്തിനാണ് വീണ്ടും താൽക്കാലികക്കാരെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ സർക്കാരിൻ്റെ നയങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം PSC അവർ എല്ലാ രീതിയിലും ശരിയാക്കും എന്നുള്ള കാര്യങ്ങൾ എല്ലായിടത്തും പറഞ്ഞിരുന്നു. നിങ്ങൾ പറയുന്ന വാക്കുകൾ പാലിക്കുക, ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് കുറച്ച് ആത്മാർത്ഥത കാണിക്കുക. പിന്നെ PSC ഒരു എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തരും പഠിച്ചിവിടെ വരുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ട ആനുകൂല്യങ്ങളല്ല, അതിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇനിയെങ്കിലും ഇത് ഒന്ന് ശരിയാക്കണമെന്നേ പറയാനുള്ളൂ. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുക, പിന്നെ കരാർ ജീവനക്കാരുടെ കാലാവധി നീട്ടി അവരുമായി മുന്നോട്ട് പോവുക എന്നൊക്കെയാണെങ്കിൽ പിന്നെ ഈ സംവിധാനങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ആരും പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ റാങ്ക് ലിസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ. ഇവരൊക്കെ പറയുന്നത് എത്രത്തോളം ന്യായമാണ്? പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? റോഷ്നി, നിലവിൽ കേരളത്തിൽ 505 ഗ്രാമപഞ്ചായത്തുകളിലാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ താൽക്കാലിക ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. അവരുടെ ഈ സേവന കാലാവധി നീട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. അത് സെപ്റ്റംബർ 30 വരെ കാലാവധി നീട്ടിക്കൊണ്ടാണ് ഇവരുടെ കരാർ നീട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഇപ്പോൾ മഴക്കാലമാണ്, മഴക്കാലജന്യ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം ഓരോ ഗ്രാമപഞ്ചായത്തിലും അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ഈ കരാർ കാലാവധി 3 മാസം കൂടി നീട്ടി നൽകിയതായി ഈ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ അത് ഈ ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കുന്നില്ല. PSC റാങ്ക് ലിസ്റ്റ് ഈ തസ്തികയിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് ജൂനിയർ ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് താൽക്കാലിക നിയമനങ്ങൾ നടത്തിയത്. അന്ന് പക്ഷേ ഈ PSC റാങ്ക് ലിസ്റ്റ് നിലവിലില്ലായിരുന്നു, PSC പരീക്ഷ അന്ന് നടന്നിട്ടില്ലായിരുന്നു. ആ സാഹചര്യത്തിലാണ് താൽക്കാലിക ജീവനക്കാരെ ഈ ഒരു തസ്തികയിലേക്ക് നിയമിച്ചത്. പക്ഷേ പിന്നീട് PSC പരീക്ഷ നടത്തുകയും അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ആ റാങ്ക് പട്ടികയിൽ ഉള്ള ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഈ കരാർ കാലാവധി നീട്ടിയതിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി വന്നിരിക്കുന്നത്. അവർ മന്ത്രിമാരെ കണ്ടിരുന്നു, നിരവധി തവണ മന്ത്രിമാരെ കണ്ടു, നിവേദനങ്ങൾ നൽകി. അപ്പോഴെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് മന്ത്രിമാരിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് ഈ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നെങ്കിലും അത് നടപ്പാക്കിയിരുന്നില്ല. UDF സർക്കാർ വന്നപ്പോഴെങ്കിലും മന്ത്രിമാരെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഇനി താൽക്കാലിക നിയമനങ്ങൾ നടക്കില്ല, അല്ലെങ്കിൽ ഈ കരാർ ഇനിയും അതിന്റെ കാലാവധി വർദ്ധിപ്പിക്കില്ല എന്നൊരു പ്രതീക്ഷ ഈ ഉദ്യോഗാർത്ഥികൾക്കുണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത് തങ്ങൾ നിരാശരാണ്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്, പക്ഷേ നിയമ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയി അതിൽ നിന്നും ഒരു വിധിയൊക്കെ വരണമെങ്കിൽ ഇനി എത്ര കാലം എടുക്കും? അപ്പോഴേക്കും ഈ PSC റാങ്ക് പട്ടിക അതൊക്കെ ഇല്ലാതാകില്ലേ എന്ന് വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ 505 പഞ്ചായത്തുകളിൽ ഈ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരുടെ കരാർ കാലാവധി നീട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ദീർഘിപ്പിച്ച് നൽകിയതിനെതിരെയാണ് ഇപ്പോൾ PSC റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതാണ്, എത്ര തരം വിഷയങ്ങളാണ്. ഒന്ന്, ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ട് അതിൽ നിന്ന് നിയമനം നടത്തുന്നില്ലെന്ന പരാതിയിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കരാർ ജീവനക്കാരുടെ കാലാവധി നീട്ടുന്നു. ഇനി ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്ത ഉദ്യോഗസ്ഥരുണ്ട്.